എന്റെ അമ്മേ. ഇനി മതി, കാലം മാറിപ്പോയി രാഘവൻ നായരെ. പിള്ളേരൊക്കെ ഒരുപാടങ്ങ് വളർന്നു. ദാ കണ്ടോ, യുവമാരും മതം പൊട്ടിയാ നിക്കണേ. ആണോ? എന്റെ ഗോവിന്ദ മാമേ, ഈ മതം പൊട്ടി നിക്കണ ആനയും കൊണ്ടാണോ കൊയ്ത്ത് കാണാൻ വന്നേക്കണേ? അല്ലെന്നാണ് വാശാനെ. ഈ പിടിയാനയ്ക്ക് മതം പൊട്ടുവോ? അത് പിന്നെ ഈ മതം പൊട്ടാനുള്ളതാണല്ലോ. ഇത് പക്ഷെ കുരു പൊട്ടിയതാ. അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ കൊരക്കുള്ളൂ, കടിക്കില്ല. മോനെ, 1/2 കിലോ പഞ്ചസാര എടുത്തോ. അര കിലോ പഞ്ചസാര എടുത്തു കൊടുക്കും. എങ്ങനെ? 1/2 കിലോ പഞ്ചസാര എടുത്തു കൊടുക്കാൻ. 1/2 കിലോ പഞ്ചസാര. ബാക്കി 2 രൂപ. അതെ, 1.5 കിലോ ഉണ്ട്. 1/2 കിലോയുടെ കാശ് എനിക്ക് തന്നാ മതി. വാസുവേട്ടൻ 1/2 കിലോ പഞ്ചസാര പറ്റ്. ഇവനെന്താ പതിവില്ലാതെ ഇവിടെ കിടന്ന് കറങ്ങണേ? ഹരിക്ക് കുറച്ച് കാശ്. ആഹാ, എന്തിനാണാവോ? പുതിയ ബിസിനസ് തുടങ്ങാനാ. എത്ര വേണ്ടി വരും? എത്ര? 10. ഒരു 10 രൂപ പോരാതെ വരുമോ? അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. കാശ് ഞാൻ തരില്ല. ബിസിനസ് ചെയ്യാൻ പോണു. ഇനി എന്ത് ബിസിനസ്സാണ് നീ ചെയ്യാൻ ബാക്കിയുള്ളത്? അള്ളു കച്ചോടോ? നീ ആ ഡിഗ്രി എടുത്ത് കക്ഷത്ത് വെച്ച് നടന്നോ? എന്തെങ്കിലും ഒരു പണി കിട്ടിയാ അതിന് പോകൂ? അതുമില്ല. മേലനങ്ങാൻ പറ്റില്ല, അത് തന്നെ. ബിസിനസ് ചെയ്യാൻ നടക്കണം. എടാ, നിന്റെ പ്രായം തന്നെയല്ലേ അവനും. നീ അവനെ കണ്ടു പഠിക്ക്. 10 ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂങ്കിലും നന്നായിട്ട് പൊതി കെട്ടാനെങ്കിലും അറിയാം. നിനക്കോ? നിന്നെയൊക്കെ ഡിഗ്രി വരെ പഠിപ്പിച്ചതാടാ ഞാൻ ചെയ്ത തെറ്റ്. മനുഷ്യനെ മെനക്കെടുത്താൻ നടക്കണം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞാൻ ആ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. ശരി. പിന്നെ ഇവന്റെ മേലെ ഒരു കണ്ണ് വേണേ. ബിസിനസ്സുകാരൻ. എടാ, നിന്റെ തന്തയ്ക്ക് പ്രാന്താണ്. കാശിന് വിവരം അങ്ങർക്ക് പോയി കഴിയുമ്പോ മൊത്തം ഡയലോഗാ. നീ ഇത് കൊണ്ടോട്ടോ മറച്ചിരിക്കാൻ. നിന്റെ തന്തയോട് മര്യാദയ്ക്ക് കാശ് വെച്ചാൽ തരില്ലല്ലോ. അപ്പൊ ഇതേ ഉള്ളു മാർഗം. എനിക്കും വേണ്ട ചെലവിന് കാശ്. അച്ഛൻ പിടിക്കൂട്ടോ. വേണ്ടേ, ഞാൻ തന്നെ പിടിച്ചോളാം. എങ്ങനെ പോവാ? ഞാൻ ഈ സഹകരണ സംഘം വരെ ഒന്ന് പോവാ. ഒരു ലോൺ കൊടുക്കണ്ടെന്ന് കേട്ടു. ഈ മോട്ടറിന്റെ. സഹകരണ സംഘത്തിൽ നിന്നല്ലേ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് വികലാംഗർക്കാ. ആരെങ്കിലും തല്ലെ കയ്യും കാലും ഒടിച്ചാ കിട്ടും. അത് നിന്റെ അച്ഛന് വാങ്ങിച്ചു കൊടുക്കട്ടാ. പോടാ അവിടുന്ന്. അനിക്കൂടാ, ഒന്ന് മാറിയടാ. ഞാൻ കറക്കാം. എങ്ങനെ? കണ്ടപ്പോ ഒരു കൊതി. എന്ത്? മുലക്കി പിടിച്ച് നിന്റെ അത്രയും പരിചയമില്ല. ഞാനൊന്ന് നോക്കട്ടാ. മാറ് ഗോമാതാവേ. പതുക്കെ, പശുവാട്ടോ. അയ്യോ എന്തിനാ ഹരിയായിട്ട് അറിയാത്ത പണിക്ക് പോയത്? കറന്നു വെച്ച പാലും പോയി. ഇനി അച്ഛന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും, നോക്കിക്കോ. ആർക്കായാലും ഒരു മോഹം ഉണ്ടാവില്ലേടി? എന്ത്? എന്തിന്? പശുവിനെ കറക്കാനേ. ഇവിടെ കറക്കിക്കൊണ്ടിരുന്നോ? അറിഞ്ഞോ, നാളെ എന്റെ കൂട്ടർ കാണാൻ വരുന്നുണ്ട്. അച്ഛൻ നാണുവാശനോട് പറയുന്നത് കേട്ടതാ. വലിയ തറവാട്ടുകാരാണത്ര. നല്ല ജോലി, കാണാനും സുന്ദരൻ. പിന്നെന്ത് വേണം? കെട്ടടി നീ. അത് തന്നെയാ നല്ലതെന്നാ എനിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മൂത്ത് നിറച്ച് പോവേള്ളൂ. ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ വിഷമിക്കണേ? നമ്മളീ കല്യാണം കാലക്കുണ്ടാ. അതല്ല, ഈ കല്യാണാലോചന. എങ്ങനെ? ഞാൻ വഴി പറഞ്ഞു വരാം. ഭയങ്കര ബുദ്ധിയില്ല എനിക്ക്. നല്ല വീട്, വെറുതെ ആലോചന മുടക്കണോടാ. എങ്ങനെ? വെള്ളയുടുപ്പും കണ്ണാടി, കണ്ടിട്ടൊരു മാഷിന്റെ ലുക്കുണ്ട്. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾക്കും. നിങ്ങൾക്കാരെയാ കാണേണ്ടത്? തുടങ്ങിക്കോ. ഈ ഗംഗാധര മാഷ്. അത് ഞാൻ തന്നെയാ. വരൂ, ഇങ്ങോട്ടിരിക്കാം. വരൂ, ഇങ്ങോട്ടിരിക്കാന്ന്. ഓ, ഐശ്വര്യമായിട്ട് മുടക്കിട്ട് വരാം. മാഷോടെ ഇരുന്നോളൂ. ഇരുന്നോളൂ. ഹൈ, ഇരുന്നോളൂ. ഈ റിട്ടയറായ ഗംഗാധര മാഷ് എന്നെ അല്ലേ? അതെ. വേണുവിന്റെ അച്ഛൻ? അതെ. ഭാര്യ ഇപ്പോഴും ഗോമതമ്മ തന്നെ അല്ലേ? അതെയല്ലോ. നിങ്ങൾക്ക് എന്താ കുട്ടികളെ വേണ്ടത്? വീടും ആളും മാറിപ്പോയില്ലെന്ന് ഉറപ്പുവരുത്താനാ. വന്ന കാര്യം പറഞ്ഞില്ല. വന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ചളാക്കല്ലേ, കാര്യം പറ. ഞാൻ വിനു, ഇത് സുഖു. അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ.
ഗംഗാധര മാഷ് വിചാരിച്ചാൽ രണ്ട് ആത്മഹത്യ ഒഴിവാക്കാം. മനസ്സിലായില്ല. മനസ്സിലായില്ലെന്ന്. ഞാൻ സുഖു, അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. അത് പറഞ്ഞല്ലോ. അത് പറഞ്ഞല്ലോ. മാഷിന്റെ മോൻ കല്യാണം കഴിക്കാൻ പോണ അശ്വതിയുമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. എന്തും സംഭവിക്കാം. ദുർബലനാണ് മാഷേ, എന്തും ചെയ്തു പോകും. അരുത് കുട്ടി, അവിവേകം കാണിക്കരുത്. എന്തിനും ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ആലോചനയുമായി ചെന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കരുത്, അപേക്ഷയാണ്. അപേക്ഷയാണ് മാഷേ, അപേക്ഷയാണ്. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് വാടാ. ശരി സുഖു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഇനി ഇതേപോലെ ബുദ്ധി വേണ്ട കാര്യങ്ങൾ നീ എന്നോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ബേട്ടാ, അയ്യോ എന്റെ മോനിത് എന്തു പറ്റി? കിഷൻ സിംഗിന്റെ വണ്ടി ഇടിച്ചതാ? വണ്ടി ഇടിച്ചതല്ല, മല്ലു ഇടിച്ചത്. മനോഹരമായിട്ടുണ്ടല്ലോ. പാവം, ഇന്നത്തെ പണി കിട്ടിയത് ആ കിഷന. അവന്റെ ദേഹത്ത് പഞ്ചറൊട്ടിക്കാൻ പോലും ഒരു പിടി സ്ഥലമില്ല. മിക്കവാറും അവന്റെ ബാൽ ട്യൂബ് വരെ ഊരിയെടുത്തായിരിക്കും. കട പൂട്ടിയാലോ? പിരിഞ്ഞു പോകില്ലേ? കാല് പിരിയില്ലേന്ന്. അനേ, ഇങ്ങോട്ട് വന്നോളൂ. മസിൽ പെരുക്കുന്ന പേടിയുണ്ടോ? നന്നാവാൻ വേണ്ടി ഞാനൊന്ന് ഉപദേശിച്ചു എന്ന് കരുതിയാ മതി. കേട്ടല്ലോ, ഇതാണ് മല്ലുവിന്റെ ഉപദേശം. നമ്മുടെ നാട്ടിൽ ഇതിനെ പഞ്ഞിക്കിടുക എന്ന് പറയും. തെണ്ടി അവിടെ നോക്കി നിൽപ്പുണ്ട്. അവന്റെ കടയിലേക്ക് നോക്കി വെല്ലുവിളിച്ചേക്ക്. ഇത്തിരി അഹങ്കാരം കൂടുതലാ. ആ തെണ്ടി എനിക്കിട്ട് പണിഞ്ഞോന്നൊരു സംശയം. ഏയ്, പണിഞ്ഞതാ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇനി പഴയ ബന്ധവും പറഞ്ഞ ആരെങ്കിലും എന്റെ പെങ്ങന്മാരുടെ പിന്നാലെ വന്നാൽ നിന്നെ തന്നെ ഉദ്ദേശിച്ചത്. ചവിട്ടി നടു ഓടിക്കും ഞാൻ. അളിയനായി പോയി, ഇല്ല മുട്ടുകാലി കയറ്റിയാ. ഇപ്പൊ മനസ്സിലായില്ലേ നീ ഉദ്ദേശിക്കുന്ന ഹരിവനല്ലാന്ന്? മനസ്സിലായി. ഞാൻ അന്വേഷിക്കുന്ന ഹരി ഇത് തന്നെയാണ്. നീ ഇതെവിടേക്കാ? വെറുതെ പറ്റിയ ചടുക്ക് പിടിക്കല്ലേ. എന്റെ അളിയനായതുകൊണ്ട് പൊക്കി പറയല്ല, മഹാതണ്ടിയാണവൻ. എനിക്ക് കണ്ടേ പറ്റൂ. അനി വേണ്ട, നിക്ക്. പോട്ടടാ, പോയി അന്തസ്സായിട്ട് മരിച്ചിട്ട് വരട്ടെ. ചക്ക, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാൽ അളക്കുമ്പോ ബീഡി വലിക്കരുത്. എന്നാ വീഡിയോ അളക്കുമ്പോ പാല് വലിക്കാം. തറുതല്ല പറയുന്നോടാ. ഈ അവന്റെ അനിയനാണെന്ന് നോക്കില്ല, ഒറ്റ ചവിട്ടിച്ചെറി ഞാൻ. എന്റെ അനിയനോ? പിന്നെ എന്റെ അനിയന ഹരി അന്വേഷിച്ചു വന്നല്ലേ, ഒന്നും തരണ്ട. ഈ കിട്ടിയതിനെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതെ, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മുടെ ചെരുപ്പ് ആരെങ്കിലും എടുത്തിട്ടുണ്ട് പോയാൽ കിട്ടിയ ചെരുപ്പ് ഇട്ടുണ്ടെങ്കിൽ പോരില്ലേ? അങ്ങനെ കരുതിയാ മതി. അതെ. നല്ല അനിയനാ, നീ എടുത്തോ. എന്റെ ഹരി ദേ പോണു.